അതെ, ഇനി ഏകദേശം 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് സംഭവം സെറ്റാക്കാം. അതെ, ഇവിടെ ആയിക്കൂടെ? കുറെ ദൂരം പോണ. പക്ഷെ നോക്കട്ടെ, നമുക്ക് ഇവിടെ വെക്കാന്ന്. നല്ല സ്ഥലമാണ്. ഇവിടെയാ? ചങ്ങാതി വരുന്നു. നേരത്തെ കുളിക്കാൻ പോയ മന്ത്രവാദിയില്ലേ അയാള്. കെട്ടി തൂക്കിട്ടാണ് നടക്കണോ ആ മനുഷ്യൻ വരുമ്പോഴേക്കും. തിരുവാതിരക്കളിയായല്ലോ അത്. താനോട് പറഞ്ഞേ മന്ത്രവാദി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരണു. സാധാരണ അങ്ങനെ പതിവ്. എനിക്കിപ്പോ എന്താ ഉണ്ടായ മനുഷ്യർ വട്ടത്തിരിക്കാൻ ഈ കോപ്പം നോക്കിപ്പിടിച്ചോ മനുഷ്യന്റെ കണ്ണ് കളയാനായിട്ട്. അവിടെ പോയിട്ട് കുഴി കുത്തണ്ടേ? അയാള് വീടിന് തൊള്ള വിളിക്കാണ്ടിരിക്കുന്നു. നേരല്ലേ പറഞ്ഞു മാത്രം. ഇത് ജെട്ടി. ഇതല്ലാന്ന് അങ്ങോട്ട് നോക്കി അയാള് തോളത്ത് കണ്ടോ കിടക്കണ്ടോ? അയ്യടാ, അതല്ലേ ഞാൻ പറഞ്ഞു. ആള് പോയിട്ടാ. പോയാ കണ്ണ് കണ്ടുകൂടെ? നടക്കുന്നുണ്ട്. നടന്നോ. നല്ല രസമുണ്ട്. ഈ തന്തകളൊക്കെ പോയാ നമുക്ക് ഇവിടെ ആയാലോ? സ്ഥലത്തിന്റെ കെടുപ്പ് കണ്ടിട്ട് ഇവിടേക്ക് അദ്ദേഹം വരാറില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ കാടി പിടിച്ച് കിടക്കുന്ന സ്ഥലല്ലേ? ഇവിടെ എന്നെ കുളിക്കട ആരും കാണുന്നില്ലേ? ഇവിടെ മതി. ഇന്ന് വേറെ എവിടെ നോക്കണ്ട, അവിടെ മതി. എന്നാ നോക്കിക്കാണ്ട് കുഴിക്കാൻ നോക്കണേ. കുഴിക്കാൻ നോക്കടാ കുട്ട. അങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കാം. അങ്ങനെ സംഗതി സെറ്റായില്ലേ? അല്ല സുരേ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? എന്ത് പ്രശ്നം? ഇവിടേക്കൊന്നൊരു മനുഷ്യൻ വരില്ല. നോ ടെൻഷൻ. വീണ്ടും അതിങ്ങനെ വകഞ്ഞു മാറ്റി പോണം നമ്മള്. വിറകൊന്നും എടുത്തോണ്ടെന്നേ. പിന്നെ നിങ്ങളെ എടുത്താ മതി. അത് കെട്ടിവെച്ചണ്ടേ? ആ ബൈക്കുമ്പോ പോയി ഒന്ന് എടുത്തോണ്ടാ മതി. ദേവനെയും കൂടി കൊണ്ടോക്കോ. എന്താ ഇത്? ആ വിറകൊന്നും എടുത്തോണ്ടിരാൻ പറഞ്ഞത് അവനോട്. എവിടെയത്? ഞാൻ പോയിട്ടുണ്ട്. ആ മാടങ്കോട്ടേരെ അവിടെ. എവിടെയാന്ന്? മാടങ്കോട്ടേക്ക് ഇറങ്ങണ വഴിയില്ലേ അതിന്റെ അടുത്ത്. പിന്നെ ഞാൻ അടുത്ത് എവിടെയായിരിക്കുന്നു? നിങ്ങളുടെ അടുത്ത് വേറെ സ്ഥലമൊന്നും കണ്ടില്ലേ ഉണ്ടാക്കാനായിട്ട്? അത് പറഞ്ഞപ്പോളാ ഞാൻ 3-4 ദിവസം മുമ്പ് വിറക് കെട്ടാൻ പോയില്ലേ. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത 3-4 പേര് ആ മാടങ്കോട്ടേന്ന് ഇറങ്ങി പോണത് കണ്ടു. ഒരു കള്ളലക്ഷണമുള്ള പോലെ തോന്നി അവരെ കണ്ടപ്പോ. അതെ, മഴ വരുന്ന നിങ്ങൾ പെട്ടെന്ന് വിറകെടുത്തിട്ട് വാ. നമ്മുടെ നാട്ടിൽ കയറി കളിക്കാൻ നിൽക്കുന്നത് ആരടാ? കിരീടം നമ്മള് കാട് കയറിയത് ഓർമ്മയിലടാ നിനക്ക്? പിന്നെ അമ്മ നീ എന്തിനു ശബ്ദം കേട്ട് ഓടി പൊന്നു. പിന്നെ നീ ഓടിയില്ലേ? ആ കാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് അറ്റയ്ക്ക് ചാവാനാ. എടാ, എന്നാലും ആരായിരിക്കും അവര്? മാടലക്ഷ്യം. അതല്ലടാ, മാടൻകോട്ടയിൽ കയറിയത് ആരായിരിക്കും?
ഇനി അവർക്ക് എങ്ങനെ ആ കിരീടം കിട്ടിയിട്ടുണ്ടോ? അത് അവരോട് ചോദിച്ചറിയാലോ. കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് പറയൂ. അതില്ല. അങ്ങനെ നമ്മുടെ നാട്ടിൽ വെള്ളമരം കയറി നമ്മുടെ സാധനം കൊണ്ടോണ്ട. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിട്ട് മതി പുറത്ത് നടത്തണം. അല്ല പിന്നെ പണിയെടുത്ത് ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എന്തിനും കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മളെയാ. നമ്മുടെ കണ്ടുപിടിക്കണം. ഒരു മിനിറ്റ് ചെരുപ്പെടുത്തില്ല. ഇപ്പൊ എന്തായി? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഈ നാട്ടിൽ നടക്കാത്ത ചിലത് നടക്കുന്നു. നടന്നു. നമ്മുടെ രാഘവേട്ടന്റെ കാലോടിഞ്ഞ് നടന്ന പശുവില്ലേ, അത് ഏറ്റു നടന്നു. എങ്ങനെയുണ്ട്? ഇത് ഞാൻ പറഞ്ഞല്ലേ ഒന്ന് നടക്കുന്നു. ഒരു മാസം മുപ്പാട് കാലോടിച്ച് പ്ലാസ്റ്റിക് കിടന്നിരുന്ന പശു, അതിന്റെ സമയം കഴിഞ്ഞ് പ്ലാസ്റ്റിക് വെട്ടി പശു എനിക്ക് നടന്നു. അത്ര തന്നെ. ഉണ്ടിട്ടൊരു ചായ എന്നാ എനിക്ക് വരണോ? കിട്ടിയ ചിലപ്പോ ശരിയാവും. അല്ല, നിങ്ങളെന്തെങ്കിലും ഇരിക്കണേ? നിങ്ങൾ അറിഞ്ഞില്ലേ നമ്മുടെ മാടങ്കോട്ട കാടിന്റെ ഉള്ളിൽ ആരങ്ങോട്ട് കേറിണ്ടെന്ന്? മാടം കൊട്ടരുടെ ഉള്ളിലാ? വാടാ. ചേട്ടാ അവർ കുറച്ച് ദിവസം മുന്നേ വന്നത്. ഞങ്ങൾ ഇന്ന് അറിഞ്ഞേ. ശരി. എന്നാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നമ്മളറിയാൻ വൈകിന്ന് പറഞ്ഞാല് ഒരു കാര്യം ഉറപ്പാ, അവരിവിടെ ഉള്ളവരല്ല. ഒന്നങ്ങോട്ട് തന്നാണ്ടല്ലോ. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും തെണ്ടികൾ അവിടെ കേറും തോന്നുന്നുണ്ടാ? നാല് പഴംപൊരി. അല്ല, ആരപ്പാ അവരെന്നെ അവിടെ കണ്ടത്? ഇവന്റെ അമ്മാമ വിറകെടുക്കാൻ മാടൻകോട്ടയിലോടേക്ക് പോയപ്പോഴല്ലേ ഇവരെ കണ്ടത്. ശരി. ആരവര്? എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞല്ലോ അവരുടെ അടുത്തൊന്നും പോണ്ടെന്ന്. എന്നെ എന്തിനാ പോയേ? ആ സ്ഥലം അവിടെയാണെന്ന് നോക്കാനല്ലേ. പിന്നെ മാത്രമല്ല അവർക്ക് അവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അവരെന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാ. അത് ശരി, ഫോൺ വിളിയൊക്കെ അല്ല. ശരിടാ. ഇതാ ആ പറഞ്ഞ സ്പോട്ട് അവിടെയാണെന്ന് നോക്കാൻ വേണ്ടിട്ടല്ലേ. ആ കാണാം. എന്റെ ചേട്ടന്മാരെ ഞാൻ നോക്കിന്ന് പറഞ്ഞില്ലേ. അവര് ചിലപ്പോ ഇവരുടെ അടുത്ത് ദേഷ്യമുള്ളവരാണല്ലോ. പണി കിട്ടൂട്ടാ. ആളോ എന്താ ഒരു ഗൂഢാലോചന? പുതിയ വല്ല കൊട്ടേഷനാ? എന്തായാലും നമ്മുടെ മാടൻകോട്ട ട്രിപ്പ് ഉണ്ടല്ലോ, പിടിച്ചു കേട്ടോ, മറക്കാൻ പറ്റില്ല. ചേട്ടാ നിങ്ങൾക്ക് അന്ന് ആ കാട്ടിനുള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നോ? ചേട്ടാ നിങ്ങളെ കാട്ടിനുള്ളിൽ നിന്ന് ഇറങ്ങി പോണത് കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ അന്വേഷിക്കണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞ? അല്ല, എന്നോടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അവർ സംസാരിക്കണോ? അതിന് ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? ഇനി അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലേ നീ ഒന്നും പറയാൻ നിൽക്കണ്ടാട്ടാ. എന്താ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആക്കണല്ലോ അല്ലേ? അപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. ആളുടെ മുഖത്തൊക്കെ എന്താ ഒരു കളലക്ഷണം നിനക്ക് തോന്നിയില്ലേ? ഓ, ഇനി അവർക്ക് അങ്ങനെ കിരണം കിട്ടിണ്ടാവോ? ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവര് നമ്മളെ പറ്റിയിട്ട് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്നിപ്പോ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതെ, നാളെ ബോംബെക്കാർ വന്നാല് സാധനം കൊടുക്കുന്നു, കാശ് വാങ്ങിക്കുന്നു, നമ്മൾ പിടിവിടുന്നു. അപ്പൊ നമ്മൾ നാളെ മുതൽ ആരാ
കോടീശ്വരന്മാര്. കുളിര് വരുന്നു. നമുക്ക് കാഴ്ച കിട്ടിയ സാധനം എവിടെയാ? അതവിടെ ഒരു സ്ഥലത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഉറക്കമൊക്കെ ഇപ്പൊ എങ്ങനെ? നല്ല സുഖ. അവിടെ നിന്ന് വന്ന് പോകുന്നതിന് ശേഷം എനിക്ക് പണ്ടും അതെ എപ്പോഴും അതെ നല്ല ഉറക്കമാണ്. കൂർക്കം വലിച്ചു ഉറക്കും. ഉറക്കപ്രാന്തനാണേ. നിങ്ങൾ വന്ന് പോയതിന് ശേഷം എൻ്റെ ഉറക്കം പോയി. അയ്യോ, ഇതുപോലെ ഉറക്കം കെട്ടിയ ദിവസങ്ങൾ എൻ്റെ മന്ത്രവാദ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, അതവിടെ കൂടിയെന്നാ തോന്നണേ. വേഗം തൃതീയം തൃതീയം. ഇനി പോയി ഒന്ന് മുങ്ങി കുളിച്ചിട്ട് വരിക. ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടിയിരിക്കും. നല്ല ഉറക്കം കിട്ടിയിരിക്കും. പൊക്കോളുക. ഇന്ന് രാത്രിയോടെ എങ്ങനെ പ്രശ്നം തീരും? ഇന്ന് രാത്രി നമ്മൾ ഈ സാധനം അവിടെ നിർത്തി മാറ്റും. പിന്നെ ആൾക്കെന്താ പ്രശ്നം? അതുവരെ നമ്മളിത് എവിടെ സൂക്ഷിക്കും? എൻ്റെ വീട്ടിലേക്കണ ചേട്ടാ. അല്ല ചങ്ങാതി, നീ ഇതെങ്ങനെ ഈ ഭസ്മം ഒപ്പിച്ചു? ഇതൊക്കെ എന്ത് സുരേട്ടാ, എനിക്ക് ഇത്തിരി ഭക്ഷണം തരുമോ? ഭസ്മം അടുത്ത സിഗരറ്റ് കത്തിക്കുമ്പോൾ തരാം കേട്ടോ. സിഗരറ്റായിരുന്നു അല്ലേ? ഇത് തന്നെ ഒരു കൂട്ടുകാരൻ്റെ മനസ്സിലാണ് യഥാർത്ഥ ചങ്ക്. വരാം. കുറച്ച് നാളായി പഴവട്ട് കളിച്ചിട്ട്. പപ്പഴോട്ടാ? പപ്പഴല്ല, പഴവട്ട് കരുക്കൾ പോയനെ ഇവിടെ നിന്ന്. ഇതല്ലേ ഒരാഴ്ച കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ടണ്ടേ? അതിനുള്ള പ്ലാനാണ് പറയുന്നത്. SLC പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. അതല്ലേ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണേ. പൂച്ചക്കൊന്നും പറ്റിയില്ലേ? ഞാനും ബൈക്ക് മാത്രമാണല്ലോ. എന്നിട്ട് പ്ലാൻ എന്തായി? നമ്മളൊരു കൂട്ടുണ്ടാ കൂട്ടിയിരിക്കോ? അതാ മകളിലെ സൈഡില. ഇതാ ഞാൻ പറഞ്ഞത്, പച്ചക്കറി അരിയാൻ വിളിക്കരുതെന്ന്. ഓ TV അങ്ങോട്ട് തുറന്ന രാഷ്ട്രീയക്കാരുടെ കാര്യമല്ലാണ്ട് ഒന്നുമില്ല. തൃശൂർ മണ്ണുത്തി ഭാഗത്ത് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായ കാർ ആക്സിഡന്റിൽ ബോംബെ സ്വദേശികളായിട്ടുള്ള 2 പേർ മരണപ്പെട്ടതായിട്ടാണ് പറയുന്നത്. അമരീഷ് ഗംഗാറാം എന്നീ 2 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതവരല്ലേ? ചോദിച്ചു. ഈ നേരത്ത് കോടീശ്വരന്മാരായിരിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. നമുക്കെല്ലാവർക്കും അവരെ കെട്ടി രക്തം വാങ്ങാൻ ബോംബെന്ന് വന്ന ഒരു ആക്സിഡന്റ്, മരണം, ആകപ്പാടെ എന്തോ പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ കെട്ടുംപൂട്ടും വന്ന് എന്താവും? ചിലപ്പോ ഇതൊക്കെ നമുക്കുള്ളൊരു വാണിംഗ് ആണെങ്കിലോ? അത് ശരിയാട്ടാ, പറയാൻ പറ്റില്ല. ഇത് നമുക്ക് വേണ്ട. കെട്ടിയിട്ടുള്ളോ ആറും കഴിക്കാം. നോക്കിയാ ഇത് കണ്ട. അതല്ല, ഇതെങ്ങനെ ഇത് നമുക്ക് ശരിയാവില്ല എന്ന് തോന്നണം. സത്യം പറഞ്ഞാൽ അത് കിട്ടിയപ്പോൾ വലിയ സന്തോഷം ഉണ്ടായെങ്കിലും അന്ന് തൊട്ട് ഇന്നേ വരെ മനസമാധാനമായിട്ട് ഉറങ്ങിയില്ല. എവിടെ കൊണ്ടുവച്ചാലും ടെൻഷനാ. കണ്ടില്ലിപ്പോ എല്ലാവർക്കും. അതെ, ഈ നിലയ്ക്കിത് നമ്മളിത് വിറ്റ് കാശാക്കാന്ന് വെച്ചാലും നമുക്കിത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാ സുരേട്ടാ? എന്താ ചെയ്യാന്ന് വെച്ചപ്പോ പിള്ളേര് കണ്ടറിയില്ലേ, ബൈക്ക് കടയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലായിരിക്കും, ഞങ്ങൾക്ക് നിങ്ങളെ നല്ല പോലെ അറിയാം. നീ പറഞ്ഞ ആള് ഞാനൊന്നും പറഞ്ഞില്ല. നീയല്ല, അവനോടെ ആ ചെക്കൻ ഏതെന്റെ താടിക്കാരൻ ആയെന്ന് എനിക്കറിയില്ല. ഈ ചെക്കൻ കാരനാണ് നമ്മൾ ഇതും കൈ പിടിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്. അത് ശരി. എന്നിട്ട് ഇത് ഇവിടെ ഒളിച്ചു നിൽക്കണല്ലേ? നീ പറഞ്ഞ ആളറിയാലേ?
ഞങ്ങളുടെ നാട്ടിൽ കയറി കക്കാൻ നോക്കിയ ആരെ അറിയില്ലെന്ന് വിചാരിച്ചത് നിങ്ങള്? എന്ത് വെക്കാൻ നോക്കി? കിരീടം. കിരീട അപ്പോ നിങ്ങളവിടെ കയറി നോക്കിയിട്ടില്ലേ? അതെങ്ങനെ? നിങ്ങളുടെ ചിരിയൊക്കെ ഞങ്ങൾ നിർത്തിത്തരാം. പോലീസ് നിങ്ങളെ തെരഞ്ഞെടുക്കുന്ന നിങ്ങൾ അറിഞ്ഞാ? എന്നാ ഞങ്ങൾ കാണിച്ചു കൊടുത്താലോ? എന്നാ പിന്നെ സാധനം അവര് കൊണ്ടുപോകും. എന്നാ പറ എവിടെ കിരീടം? ഞങ്ങളിവിടെ മാടങ്കോട്ടയിൽ പോയിന്നല്ലേ ശരിയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിരീടമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വേറൊരു സംഗതി കിട്ടി. രത്നങ്ങൾ നിറഞ്ഞ ഒരു പാത്രം. ഞങ്ങൾക്ക് പല നല്ല നല്ല അനുഭവങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു മറിച്ചൊന്ന് ആലോചിച്ചു. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഞങ്ങളെക്കാളും അർഹതപ്പെട്ട വേറെ ആരോ ഉണ്ടെന്ന്. ഇതപ്പോ കറക്റ്റ് സമയത്തിന് നിങ്ങൾ ഇവിടെ എത്തി. അതാണ് ഞങ്ങളെക്കാൾ മുമ്പ് നിങ്ങളാണല്ലോ അവിടെ എത്തിയത്. അതെ സത്യം. അതുകൊണ്ട് ഈ പാത്രം ഇനി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ശരിക്കും ശരിക്കും ഞങ്ങൾ ഈ വയസ്സാം കാലത്ത് കുറെ കാശുണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം അല്ലേ? അതന്നെ. കോടികളാണ് കയ്യിലിട്ടാ. ആരെങ്കിലും അറിയണേക്കാളുമ്പോ പോയി രക്ഷപ്പെടാൻ നോക്കടാ. ഓക്കെ, കുറച്ച് ആ ചെക്കനും കൊടുത്തോളൂ കേട്ടോ. അത് ശരിയാണ്. ഇവർക്ക് പ്രാന്തോ തോന്നുന്നുണ്ട്. ഈ ബൈക്ക് കൊണ്ടുപോകണല്ലേ നിങ്ങള്? അത് ഞങ്ങളൊന്നല്ല, അവിടെ ഇരിക്കണ്ടായിരുന്ന. ഓ ഹാവ്, എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ചോളൂ ഫീല് പോലെ അല്ലേ? അറിയാണ്ട. ഒരു പ്രത്യേക തരം എന്ത് സർട്ടിഫിക്കേഷൻ. ഞാൻ ആവശ്യത്തില്ലേ അമ്മി മുറ്റടാ. പിന്നെ അവനാ കുട്ടനും പോയി മണ്ടനും പോയി ബോട്ടും കിട്ടി. എന്റെ പോലീസടോ. അയ്യോ, ഇവരല്ലേ നിങ്ങൾ പറഞ്ഞ ആളുകൾ? മറ്റേ മുതൽ വന്നേക്കണം. കാട്ടുന്ന നിങ്ങൾക്ക് എന്തോ കിട്ടിന്ന് പറഞ്ഞിട്ടില്ലോ. എവിടെ അത്? എന്ത് കിട്ടിയെന്ന്? നിങ്ങളുടെ അച്ചാച്ചന്റെ കോളാമ്പി. ഗീരുടെ സാറേ, ഒരു ഓട്ടുപാത്രല്ലേ കിട്ടിയിട്ട് കിട്ടി. പറടാ. അത് ഞങ്ങൾക്കല്ല കിട്ടിയത്, രണ്ട് പിള്ളേർക്കാ. ഏത് പിള്ളേരെ? എന്നിട്ട് അവരെവിടെറാ? അവരങ്ങോട്ട് നടന്നിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പിടിക്കാം. സാറേ ആ വളവ് തിരിഞ്ഞു പോയിട്ടുള്ള പോര്. സാറേ വന്നേ. പോലീസുകാരുടെ ഓട്ടം കണ്ട അതൊക്കെ അവര് കൊണ്ടുപോയി. സ്വാമി കൊണ്ടുപോയി. സത്യത്തിൽ എന്തായിരുന്നു അതിനകത്ത്? അതില് അതെ, രത്നങ്ങൾ നിറച്ചൊരു നീറ്റിക്കുമ്പായിരുന്നു. ദൈവമേ, സ്വാമിയുടെ ഓട്ടം കണ്ടറാ. കൈ പോയി.